അസ്സലാമലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്കൊന്ന് കടന്നാലോ? നമുക്ക് ഒരിടം വരെ ഒന്ന് പോയി വരാം. കുഞ്ഞുങ്ങൾസ് ഒപ്പം കൂടുക. പണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ എപ്പോഴും പറയുന്നൊരു വാക്കാണ്, പോകുന്ന സ്ഥലത്തിൻ്റെ പേര് പറയത്തില്ല, ഒരിടം. അതുപോലെ ആ ഒരിടത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. വാത്സല്യം വൃദ്ധസദനം എന്ന് കേൾക്കുമ്പോൾ തന്നെ, നമ്മളത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വിഷമമാണ് മനസ്സിലായി. അവിടേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. നമ്മുടെ ഈ വർഷത്തെ ഓണ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വർക്കലയിലെ കുഞ്ചാക്ക ബോബൻ ഫാൻസ് അസോസിയേഷൻ്റെ കീഴിൽ ഇവിടുത്തെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഇന്ന് ഒരു കുഞ്ഞൊരു ഓണസദ്യയും അവർക്ക് ഓണക്കോടിയൊക്കെ കൊടുക്കുന്ന ഒരു വളരെ വൈകാരികമായ ഒരു രംഗത്തേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. അവർ ക്ഷണിച്ചിട്ടാണ് നമ്മളും വന്നത്. അപ്പോൾ അവിടുത്തെ അച്ഛന്മാരെയും അമ്മമാരെയൊക്കെ കണ്ട് അവരോടൊപ്പം സദ്യയൊക്കെ കഴിച്ച് ഇന്നത്തെ ഈ ഒരു ഉത്രാട ദിനം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരിടത്ത് എത്തി. അവിടെ കുളിച്ച് നല്ല രീതിയിൽ വസ്ത്രമൊക്കെ ധരിച്ച് വൃത്തിയോടുകൂടി ഇരിക്കുന്ന അച്ഛന്മാരെയും അമ്മമാരെയൊക്കെ കണ്ടപ്പോൾ ഒരു നിമിഷം അറിയാതെ മനസ്സിലെവിടെയോ ഒരു സങ്കടം ഒപ്പം സന്തോഷവും തോന്നി. അത്രയും നല്ല രീതിയിൽ അവരെ കെയർ ചെയ്യുന്ന അതിൻ്റെ പിന്നിലുള്ള ആ വലിയ മനസ്സുകളെ ഓർത്ത്. ഫാൻസ് അസോസിയേഷൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ആ ഒരു സ്റ്റാറിനെ ഒന്ന് പുഷപ്പ് ചെയ്യാനായിട്ട് മാത്രമാണ് ഈ ഫാൻസ് അസോസിയേഷൻ ഉള്ളതെന്നുള്ള ഒരു ചിന്താഗതിയാണ് ഓൾമോസ്റ്റ് എല്ലാവരുടെ ഇടയിൽ. പക്ഷേ നമ്മുടെ കുഞ്ചാക്കോ ബോബൻ ഫാൻസ് അസോസിയേഷൻ ഇതുപോലെയുള്ള ഒത്തിരി ചാരിറ്റികൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് മുടങ്ങാതെ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ അവർ ഇതുപോലെയുള്ള ആഘോഷങ്ങളിൽ സജീവമായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഒരു ഫാൻസ് അസോസിയേഷനാണ്. അതുപോലെ ഇവർക്ക് സാമ്പത്തികമായിട്ട് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഒരു വിളിപ്പാടകലെ അവരുണ്ട് എന്നുള്ളൊരു സമാധാനം കൊണ്ടുവന്ന് അത് നടത്തുന്ന നമ്മുടെ വർക്കലക്കാരുടെ പ്രിയപ്പെട്ട ചേച്ചി നമ്മളോട് പറഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ചുകൂടി മനസ്സ് നിറഞ്ഞ ഒരു അന്തരീക്ഷം അവിടെ വന്നപ്പോഴത്തേക്ക് അത് ഇരിക്കുന്നതെല്ലാം അമ്മമാർക്കും അച്ഛന്മാർക്കുള്ള ഓണക്കോടികളാണ്. മുണ്ട് നേരിയതാണ് അമ്മമാർക്ക്, അച്ഛന്മാർക്ക് മുണ്ടും തോർത്തുമാണ്. കയ്യിലെ പാവകൾ മാത്രം പ്രാർത്ഥനകൾ ഒന്നിച്ചിരിപ്പവൾ ലക്ഷണമൊത്ത വിശാല മനഃശക്തികളും നാനാഗ്രഹങ്ങളും ആശിനീപുത്രരും അക്ഷവസ്തുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാവിധ സംഘാടകർ കാര്യമാണ്. അപ്പോൾ ഇതിൽ പിന്നെ 2 തരം ആൾക്കാരുണ്ടാവുമെന്ന് വിചാരിക്കും. അതായത് ഉത്തരവാദിത്തപ്പെട്ടവർ കൊണ്ട് ഏൽപ്പിച്ച് വരുന്നുണ്ടാവും, അധ്യാപകരും പിന്നെ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിലൊക്കെ എല്ലാം പിന്നെ മൊത്തത്തിൽ നിയമവും പിന്നെ സംരക്ഷണവും എല്ലാം ഉണ്ടെങ്കിലും കുടുംബ ബന്ധങ്ങൾ, മാനുഷിക മൂല്യങ്ങളിൽ ഒരുപാട് മൂല്യച്യുതികൾ സംഭവിച്ചൊരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നുപോയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ എത്തിയുന്നതും അല്ലെങ്കിൽ ഇവരെല്ലാം ഇവിടെ ഇരിക്കുന്നതും സമൂഹത്തിലേക്ക് പിന്നെ രാജ്യം കടന്ന അന്തർദേശീയമായ പ്രശ്നങ്ങളിലേക്കൊക്കെ നമ്മളെ ക്രിമിനലുകളെയും എല്ലാം എത്തിക്കുന്നത് ഇത്തരം കുടുംബ ബന്ധങ്ങളിലുണ്ടാകുന്ന വീഴ്ചകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ കുടുംബ അതാണ് നല്ലത്. തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞെടുക്കണം. ഒരു പക്ഷേ കവർ
സദ്യയായിട്ട് വന്ന നമ്മുടെ നാട്ടിൽ. പിന്നെ എന്താ പറയുന്നത്, സദ്യ എന്ന് പറയുന്നത് സന്തോഷം തോന്നുന്നുണ്ട്. ഈ ഒരു നിമിഷം, ഇത്രയും മനോഹരമായ ഒരു നിമിഷം, സങ്കടം ഉണ്ടെങ്കിൽ പോലും ഇതിൽ പങ്കാളിയാകാൻ സാധിച്ച സന്തോഷമുണ്ട്. അതുപോലെ ചേച്ചിക്ക് ഇതുപോലെ ഇത്രയും അമ്മമാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് സംരക്ഷിക്കുന്ന ചേച്ചിക്ക് ആയുസ്സും ആരോഗ്യവും ഈശ്വരൻ കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി ആശംസിക്കുന്നു. അങ്ങനെ ഓണസദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ വന്നവരൊക്കെ പരസ്പരം പരിചയപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യണം. ഇത് നമ്മുടെ വർക്കലയിൽ നിന്നും മാറി ഇപ്പോൾ കടയ്ക്കാവൂർ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട JP സാറാണ്. അതുപോലെ ഇവിടെ ഉദ്ഘാടനത്തിന് വന്നത് നമ്മുടെ വർക്കലയിൽ ഇപ്പോൾ പുതുതായിട്ട് ചാർജ് എടുത്ത SI സക്കീർ സാറായിരുന്നു. അതുപോലെ നമ്മുടെ ഫേമസ് സിനി ആർട്ടിസ്റ്റ് സോണിയ മൽഹാറും ഉണ്ടായിരുന്നു. അങ്ങനെ പുതിയൊരു അനിയത്തി കുട്ടിയെ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ നമുക്ക് സദ്യയും അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ചോദിച്ചാലോ. പണ്ടൊരു കാലത്ത് കുടുംബത്തെയും നയിക്കുകയും വീടിൽ ഇതുപോലെ ഒരുപാട് സദ്യ വിളമ്പിയ കൈകളാണ് അവിടെ ഇരിക്കുന്നത്. എല്ലാം വല്ലാത്ത സങ്കടകരമായ ഒരു നിമിഷമാണ്. ആരുടെയും ജീവിതത്തിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് അറിയാതെ പ്രാർത്ഥിച്ചു പോയി. പിന്നെ ഈ എൻ്റെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. അവിടെ ശർക്കര ഉരുട്ടി എന്നൊക്കെ പറയുന്നത് എനിക്കൊരു അഡിക്ഷനാണ്. അറിയാതെ ഞാൻ വിളമ്പുന്നതിനിടെ അതും കൂടി ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സോണിയക്കുട്ടിയായിട്ടൊക്കെ ഒരു ഫോട്ടോയും ഒക്കെ എടുത്തു. അതിനിടയിൽ കുഞ്ചാക്കോ ബോബൻ ഫാൻസ് അസോസിയേഷനിലെ ബ്രോസ്, അവരെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. വളരെ നന്മ മനസ്സുള്ള കുറേ ചെറുപ്പക്കാരാണ്. ഇതുപോലെയുള്ളവർ സമൂഹത്തിൽ ആവശ്യമാണ്. നാളെ നല്ലൊരു തലമുറയ്ക്കായിട്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തോന്നു? പണ്ട് സദ്യയൊക്കെ ഉണ്ടാക്കുമായിരുന്നു വീട്ടിൽ, ഇതുപോലെ ഉണ്ടാക്കുമായിരുന്നു ഓണത്തിന്. നമുക്കിവിടെ ഒരു എന്താ പറയേണ്ടത്, നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചിലർ നമ്മൾ വേറിട്ട് ചില മുഖങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കത്തില്ല, സ്ട്രൈക്കിംഗ് ഫേസസ് എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് കണ്ട ഒരു സുന്ദരൻ, ഒരു നമ്പൂതിരി കുട്ടിയാണ് ഈ ഇരിക്കുന്നത്. 81 വയസ്സായ സുന്ദരക്കുട്ടനാണ് ഇരിക്കുന്നത്. ഏത് നാട്ടിൽ നിന്നു? സഖാവിന്റെ നാട്ടിൽ നിന്ന്. ഒരു ഒന്നൊന്നര ഒരു പാചകക്കാരനും കൂടിയാണ്. അമ്പലത്തിലെ പോറ്റിയാണ്. ഇഞ്ചിക്കറി വെച്ചതാണ്. ബാങ്കിലെ എംപ്ലോയി ആയിരുന്നു. റിട്ടയർഡ് ചെയ്ത പാവപ്പെട്ട നമ്മുടെ നമ്പൂരി അച്ഛന മക്കൾസ് എല്ലാവരും കൂടെ ഒരു പണി കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിരിക്കുകയാണ്. പുറന്തള്ളിയിരിക്കുകയാണ്. ആശ ഭയങ്കര ഇതൊക്കെ വെച്ചതാണ്. നാരങ്ങയും ഇഞ്ചിക്കറിയുടെ ഒന്നും സീക്രട്ട് പറഞ്ഞു തരുന്നില്ല. ശർക്കര ഇട്ടില്ലേ ഇഞ്ചിക്കറിയില്? എനിക്കറിയാം. മാങ്ങയില് കടുക് അരച്ചു ചേർത്തു. മാങ്ങയില് കടുക് പറയുന്നില്ല. അങ്ങനെ അവരോടൊപ്പം സദ്യയൊക്കെ കഴിച്ചു. മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു എന്ന് പറയത്തില്ലേ. ഇടയ്ക്ക് ഒരു സങ്കടം എവിടെയോ മനസ്സിൽ നിൽപ്പുണ്ടെങ്കിലും പോലും ആ ഒരു നല്ല ദിവസത്തെ മനസ്സിലെന്ന് ഓർമ്മയിൽ സൂക്ഷിച്ചുകൊണ്ട് ബൈ പറയുകയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും ബൈ പറയുന്നു. എല്ലാവരും മാക്സിമം കാണുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അസ്സലാമു അലൈക്കും, ബൈ.